തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരൻ രേഷ് ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ, ജയിൽ വകുപ്പ് മേധാവിയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. സംഭവത്തിൽ പൂർണ്ണമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പ്രാഥമികമായ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പോലീസ് മർദ്ദനോ അല്ല ജയിലിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു രേഖയും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞുകൊണ്ടാണെന്നാണ് ഒരു വിവരം എനിക്ക് ലഭിച്ചത്. ഏതായാലും പൂർണ്ണമായ റിപ്പോർട്ട് ജയിൽ ADGPയുടെ തേടിയിട്ടുണ്ട്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ആഭ്യന്തരമന്ത്രി പറയുന്നു അത്തരത്തിൽ കസ്റ്റഡി മർദ്ദനമോ അല്ലെങ്കിൽ ജയിലിൽ വെച്ച് മർദ്ദനമേറ്റതായുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, അത്തരം റിപ്പോർട്ടുകൾ ഇല്ല എന്ന് പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം തന്നെ കുടുംബത്തിന്റെ ആരോപണം ഗൗരവമുള്ളതാണ്. ശരീരത്തിലെ പല പാടുകളും പല മുറിവുകളും ഇത്തരത്തിൽ മർദ്ദനത്തിൽ ഉണ്ടായതാണ് എന്നാണ് രേഷ് ബാബുവിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിന്റെ വിശദമായ വിവരങ്ങൾ അതെപ്പോൾ കിട്ടും? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞത് തന്നെയാണ് മരണകാരണം. പക്ഷേ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. ഇത് പക്ഷേ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ മൂലവും ഇത്തരത്തിലുള്ള മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാകാമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ 2 മുറിവുകൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ ഈ മുറിവൊന്നുമല്ല മരണത്തിന് കാരണം. അത് തലച്ചോറിലെ ഇത്തരത്തിലുള്ള രക്തസ്രാവം തന്നെയാണ്. അത് ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം CPIയും ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ മാനസികാസ്വാസ്ഥ്യമുള്ള രേഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. കൃത്യമായ രീതിയിൽ 50% അത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാർഡുണ്ട് എന്ന് അറിയിച്ചിട്ട് പോലും പോലീസ് നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുണ്ടായത്. അങ്ങനെ ഒരാളെ കൃത്യമായ രീതിയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജഡ്ജിയെ കൂടി മജിസ്ട്രേറ്റിനെ കൂടി ബോധ്യപ്പെടുത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.